നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഏതാണ്ട് 6-7 കമ്പനികളിലെ അവസരങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൽ ചിലത് നല്ല കിടിലൻ അവസരങ്ങളാണ്. ഉദാഹരണത്തിന് +2കാർക്കുള്ള 2 നല്ല അവസരങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു കമ്പനി ദുബായിലേക്ക് 100ഓളം +2കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അതും വിസയൊക്കെ സൗജന്യമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അത് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെ മിനിമം +2 ഒക്കെ ഉള്ളവർക്ക് ഇൻഡിഗോ എയർലൈൻസിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ മറ്റ് ചില അവസരങ്ങൾ, ഉദാഹരണത്തിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, അതല്ലെങ്കിൽ ITI പോളിടെക്നിക്കുകാർക്ക് കേരള ഗവൺമെന്റിന്റെ ഏജൻസി വഴി 1.5 ലക്ഷത്തോളം തൊഴിൽ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ദുബായിലേക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നാം അറിയുന്നത് പോലെ ഈ ആസ്റ്റർ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു മെഡിക്കൽ കോളേജാണ്, വയനാട്ടിലൊക്കെയുള്ള. അവരുടെ ആസ്റ്റർ ഫാർമസി ദുബായിലേക്ക് 100ഓളം വേക്കൻസികളിലേക്ക് മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് സൗജന്യ വിസയോടുകൂടി ദുബായിൽ തൊഴിലവസരം എന്ന് കാണാനായിട്ട് കഴിയും. ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ കീഴിൽ ദുബായിൽ പ്രവർത്തിച്ചു വരുന്ന ഫാർമസി ശൃംഖലയിലേക്കാണ് ഓഫീസ് ബോയ്സ് അതേപോലെ സപ്പോർട്ട് സ്റ്റാഫ് തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജോലി എന്തായിരിക്കും? ഇവരുടെ ഫാർമസികളുടെ ചിട്ടയായ പരിപാലനം, ഇതൊക്കെ ആയിരിക്കും. മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ജോലി. ഇതിന്റെ ശമ്പളം ഏതാണ്ട് 1800 UAE ദിറം പ്ലസ് ഓവർ ടൈം പ്ലസ് വാർഷിക ബോണസ് എന്നുള്ളതാണ്. 1800 UAE ദിറം എന്ന് പറയുമ്പോൾ തന്നെ 10-40,000 രൂപയുണ്ട്. പ്ലസ് ഓവർ ടൈം, വാർഷിക ബോണസ് തുടങ്ങിയവ ലഭ്യമാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ജോയിനിങ് എയർ ടിക്കറ്റ്, എംപ്ലോയ്മെന്റ് വിസ, വാർഷിക എയർ ടിക്കറ്റ്, മെഡിക്കൽ ആൻഡ് ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളുണ്ട്. 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പുരുഷന്മാർക്ക് മാത്രമുള്ള അവസരമാണ്. ഇതിലേക്കുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 20-ാം തീയതി നവംബറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം ഈ ടെക്നോളജി, പ്രത്യേകിച്ച് IT കോഴ്സുകളൊക്കെ പഠിച്ചവർക്കുള്ള അവസരമാണ്. അല്ലെ IT ജോബ്സ് നോക്കുന്നവർക്കുള്ള അവസരമാണ്. പ്രത്യേകിച്ച് BTech, കമ്പ്യൂട്ടർ സയൻസ്, IT, BCA, MCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അവസരമുണ്ട്. അൺസ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ടെക് ഫെയർ ഇപ്പൊ സംഘടിപ്പിക്കുന്നുണ്ട്. പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സിനും അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ഫൈനൽ ഇയേഴ്സിനും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 25ഓളം വിവിധ റോളുകളിലേക്ക് 25,000 രൂപ വരെ ശമ്പളമുള്ള, പ്രത്യേകിച്ച് സ്റ്റൈഫൻഡ് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്, ചിലർക്ക് ഇന്റേൺഷിപ്പാണ്, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ശമ്പളം ഏതാണ്ട് 12 lakh per annum വരെ ശമ്പളമുള്ള അവസരങ്ങളുമുണ്ട്. അപ്പം ഈ ഒരു കുറേ അധികം കമ്പനികളിൽ, ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ പോയപ്പോൾ കുറേ അധികം കമ്പനികളിൽ അവസരങ്ങൾ കണ്ടു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ പോയി അവസരങ്ങൾ മനസ്സിലാക്കുക. അടുത്ത അവസരം കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള വിജ്ഞാന കേരളം അല്ലെങ്കിൽ KDISC ഇവരൊരുക്കുന്ന ഒരു അവസരമാണ്. KKM നോളജ് എക്കണോമി മിഷൻ. ഇവർ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് പോളിടെക്നിക് ITIക്കാർക്ക് 1.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ്. ഇതിന് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫൈനൽ ഇയർ പഠിക്കുന്നവർ അതാത് പോളിടെക്നിക്കൽ കൂടെ വേണം അപേക്ഷിക്കുവാനായിട്ട്. എന്നാൽ പാസ് ഔട്ട് ആയിട്ടുള്ള ITIക്കാര് അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഈ ഒരു പ്രോഗ്രാമിനെ ഇവർ വിളിക്കുന്നത് ഹയർ ട്രെയിൻ റിക്രൂട്ട് ട്രെയിൻ ആൻഡ് RTD എന്നാണ്. അതായത് റിക്രൂട്ട് ട്രെയിൻ ആൻഡ് ഡിപ്ലോയ്. അതായത് ആദ്യം ഇവർ നിങ്ങളെ ഇന്റർവ്യൂ ഒക്കെ നടത്തി സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അതാത് കമ്പനികൾ നിങ്ങൾക്ക് സൗജന്യ ട്രെയിനിങ് തരും. എന്നിട്ട് ജോലിക്ക് ഡിപ്ലോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നവംബർ 15-ാം തീയതി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതാത് കോളേജിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഫൈനൽ ഇയേഴ്സ് പാസ് ഔട്ട് ആയിട്ടുള്ളവരൊക്കെയാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം ഇൻഡിഗോ എയർലൈൻ ആണ്. ഇൻഡിഗോ നാം അറിയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈൻ ആണ്. ഈവൻ നമ്മുടെ എയർ ഇന്ത്യയേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങളുള്ള, കൂടുതൽ മാർക്കറ്റ് ഷെയർ ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഇൻഡിഗോ എന്നുള്ളത്. ഇൻഡിഗോ ക്യാബിൻ ക്രൂ തസ്തികയിലേക്ക് ഓൺലൈനായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക, നമ്മുടെ കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലാണ് അവസരങ്ങളുള്ളത്. അപ്പോൾ ക്യാബിൻ ക്രൂ ഓൺലൈനായിട്ടായിരിക്കും പ്രോസസ്സ്.
അതെങ്ങനെയായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ക്യാബിൻ അറ്റൻഡൻറ്റ് ഗ്രേഡ് ട്രെയിനിങ്, ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള, ഫ്രഷേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. എയർബസ് ATR ഫ്ലൈറ്റുകളിലേക്ക് ക്യാബിൻ അറ്റൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യുവാനായിട്ടുള്ള അവസരമാണ്. നമ്മൾ എയർ ഹോസ്റ്റസ് എന്ന് വിളിക്കുന്ന ജോലികളാണ്. അവർക്ക് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള അവസരമായിരിക്കും. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത കാണും. ഫ്ലുവൻസി ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീച്ച്, നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ, അതേപോലെ ഹിന്ദിയിലും ഒക്കെ സംസാരിക്കാൻ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് മിനിമം 155 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതിനൊത്ത വെയിറ്റ് ഒക്കെ കാണണം എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, വെൽ ഗ്രൂംഡ്, നന്നായി വസ്ത്രധാരണമൊക്കെ ചെയ്തവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി. മിനിമം +2 ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. നല്ല കമ്മ്യൂണിക്കേഷന്, കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. നമുക്കറിയാം എയർ ഹോസ്റ്റസിന് ഇങ്ങനത്തെ ചില കഴിവുകളൊക്കെ വേണം. അതൊക്കെ ഉള്ളവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. റിക്രൂട്ട്മെന്റ് പ്രോസസ് ആദ്യം നിങ്ങൾക്കൊന്ന് രജിസ്റ്റർ ചെയ്യാം. ക്വിക്ക് അപ്ലൈ എന്നതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ക്വിക്ക് അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടായിരിക്കും സ്ക്രീനിങ് നടത്തുക. കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് ആയിരിക്കും ആദ്യം നടക്കുക. അതിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 4 എണ്ണം ഇംഗ്ലീഷിലും 1 ഹിന്ദി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പം ഓർക്കുക, ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 30-ാം തീയതി. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അടുത്ത അവസരം നോവി ഇൻഡസ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു കമ്പനിയിലേക്കാണ്. കുറേ അധികം തസ്തികകളിൽ അവരെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും HR മാനേജർ, HR എക്സിക്യൂട്ടീവ്സ്, IT കൺസൾട്ടൻസ്, UI UX ഡിസൈനേഴ്സ്, പ്രോജക്ട് മാനേജേഴ്സ്, പ്രോജക്ട് കോർഡിനേറ്റേഴ്സ്, സീനിയർ ഡിജിറ്റൽ മാർക്കറ്റർ, ഇങ്ങനെ വിവിധ തസ്തികളിൽ, ടെസ്റ്റർ, വിവിധ തസ്തികളിലൊക്കെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. മറ്റൊരു ഹയറിംഗ് ഉള്ളത് സദർലാൻഡിലേക്കാണ്. സദർലാൻഡ് നാം അറിയുന്നത് പോലെ ഒരു US കമ്പനിയാണ്. അവരുടെ ഒരു മെയിൻ പ്രവർത്തനം ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചിയിലും ചെന്നൈയിലുമാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് ഒരു ഹയറിംഗ് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മോർഗേജ് അണ്ടർ റൈറ്റേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു ഹയറിംഗ്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. BTechകാരെ അപേക്ഷിക്കേണ്ടതില്ല. മറ്റേതെങ്കിലുമൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇവർ പറയുന്നത് മിനിമം 6 months to 3 years ഈ US മോർഗേജുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുക എന്നുള്ളതാണ്. ഓൺലൈനായിട്ടായിരിക്കും പ്രോസസ്സ്. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ 15-ാം തീയതി നവംബർ 11:30-ക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് ഓൺലൈൻ പ്രോസസ്സിൽ പങ്കെടുക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അടുത്ത അവസരം PwCയിലാണ്. PwC ഇന്ത്യ എന്ന് പറഞ്ഞാൽ, PwC നാം അറിയുന്നത് പോലെ ലോകത്തെ 4 പ്രമുഖ കൺസൾട്ടൻസി കമ്പനികളുണ്ട്. EY, KPMG, PwC, ഡെലോയിറ്റ്. അങ്ങനെയുള്ള PwCയിലേക്ക് അസോസിയേറ്റ്, സീനിയർ അസോസിയേറ്റ് തസ്തികകളിൽ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അവസരമാണ്. മുംബൈ, പൂനെ, ബാംഗ്ലൂർ ലൊക്കേഷനിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? CA അല്ലെ MBA അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവർ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് കാണണം ഈ മേഖലകളിൽ. ഓഡിറ്റുമായി ബന്ധപ്പെട്ട്, ഇന്റേണൽ ഓഡിറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട ഹയറിംഗ് ആണ്. ആ മേഖലകളിൽ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. PwCയിലെ അവസരമാണ്. സുന്ദരൻ അവസരമാണ്. ഇനി അടുത്ത അവസരം സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ കേരള ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രമുഖ ഷെഡ്യൂൾഡ് ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ളത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് CMA പ്രൊഫഷണൽസിനെ ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 31-ാം തീയതി പ്രകാരമായിരിക്കും. ഇന്ത്യയിൽ ആകമാനം അവസരങ്ങളുണ്ട്. അപ്പോൾ CMA അല്ലെങ്കിൽ ICWA ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിന് അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉള്ളതിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ തൊഴിൽ തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.